പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കി രാത്രി 10 മണിക്ക് ഞങ്ങൾ ആരും കാണാതെ ഇറങ്ങി പോകുന്നത് മൂവി കാണാനാണ് കേട്ടോ. ഒരു അഡൽട്ട് മൂവി ആയതുകൊണ്ട് തന്നെ പിള്ളേർ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്തത്. ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് കേട്ടോ പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലൊന്നും ടിക്കറ്റിന് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതായാലും ഇന്ന് രാത്രി 10:30 ഷോയ്ക്കാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. റോഡൊക്കെ എംറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും അവിടെ തിയേറ്ററിലെത്തി. പോപ്കോൺ വാങ്ങണോ വേണ്ടേ എന്നുള്ള ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ പോപ്കോൺ വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇത് ഏകദേശം 4 മണിക്കൂറുള്ള മൂവിയാണ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ടും ഇത്രയും ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ റിക്ലൈനർ ആട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിലെ ഒരു റോയിൽ എങ്ങാനുമേ ആളുണ്ടാവാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാറുണ്ട്. അത്രയും ആളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:30 തുടങ്ങേണ്ട മൂവി 11 മണിക്കാണ് കേട്ടോ തുടങ്ങിയത്. മൂവി തുടങ്ങിയപ്പോൾ പിന്നെ സമയം പോയത് ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കമ്പാരിറ്റീവ്ലി വയലൻസ് കൂടുതലാണ് കേട്ടോ ഈ പാർട്ടിൽ. എടുത്തു പറയേണ്ട കാര്യം ഈ മൂവിയുടെ മേക്കിംഗ് ആണ് കേട്ടോ. ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറക്കം വരുന്ന പീക്ക് ടൈം ആയിട്ട് പോലും 4 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പം സമയം പുലർച്ചെ 3:07 ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവിയാണ് കേട്ടോ. അപ്പൊ ഇനി വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.